ഇതിഹാസം എന്ന് പറയുന്നത് മനുഷ്യചരിത്രമാണ്. നമുക്കിവിടെ 2 ഇതിഹാസമേ ഉള്ളൂ. ഒന്ന് വാൽമീകി ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം. അയോധ്യയിൽ ദശരഥ ചക്രവർത്തിക്ക് 4 പുത്രന്മാരുണ്ടായതിൽ സീമന്തപുത്രൻ മൂത്ത കുട്ടിയാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ ജീവിതമാണ് പ്രധാനമായും വാൽമീകി ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ? ഏതോ ഒരു രാജകുമാരനെ പറ്റി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരുന്നില്ല വാൽമീകി മഹർഷിയുടെ ഉദ്ദേശം. പിന്നെ എന്താ? മര്യാദാ പുരുഷോത്തമനായി ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്കേ ജീവിതത്തിലുള്ള മൂല്യങ്ങളെയും സിദ്ധാന്തങ്ങളെയും ആദർശങ്ങളെയും മുറുകി പിടിച്ചുകൊണ്ട് ധീരതയോടെ മനസ്സാന്നിധ്യത്തോടെ എന്തും ഗ്രഹിക്കാനും ത്യജിക്കാനും സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട രാജകുമാരൻ. ശ്രീരാമൻ്റെ ത്യാഗത്തിൽപ്പെട്ടതാണ് ആദ്യമായി കൈകേയി പറഞ്ഞപ്പോൾ രാജ്യം വിട്ട് 14 കൊല്ലം വനവാസത്തിന് ചെന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ടുള്ള ത്യാഗമാണ് ഏകപത്നി വ്രതക്കാരനായിരുന്ന രാമനുണ്ടല്ലോ, ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം തൻ്റെ ധർമ്മപത്നിയെ അഗ്നിപ്രവേശം ചെയ്ത് തൻ്റെ ചാരിത്രവും പവിത്രതയും വേണ്ടത്ര തെളിയിപ്പിച്ചതിന് ശേഷവും ആ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. സിംഹാസനത്തിൻ്റെയും ആ രാജവംശത്തിൻ്റെയും അഭിമാനവും അന്തസ്സും കാക്കാൻ വേണ്ടി. അവസാനം സഹോദരൻ ലക്ഷ്മണനെയും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ എന്തു വേണമെങ്കിലും എപ്പോഴും ത്യാഗം ചെയ്യാൻ സന്നദ്ധനായി. എന്നാൽ ദുർബലനല്ല, ഭയപ്പെട്ടവനല്ല, ദുരാഗ്രഹിയല്ല, സദാചാരനിരതനാണ്. അങ്ങനെ ഒരു രാജകുമാരൻ്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് കേട്ടും ഉരുവിട്ടും സ്മരിച്ചും തനിക്ക് വേണ്ട ആത്മബലവും മനസ്സാന്നിധ്യവും ധർമ്മബുദ്ധിയും വേണ്ടത്ര കടഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്.